ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാർ ടോപ്പിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പ് എടുത്തിട്ടുണ്ട്. ഈ ടോപ്പിൽ നെക്കിൻ്റെ താഴെയാണ് ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ താഴെ നിന്ന് 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ 2 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് വരച്ചെടുക്കാം. ഇനി ഈ വരച്ചെടുത്ത ഷേപ്പിനുള്ളിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചെറിയ സർക്കിൾ വരച്ചെടുക്കാം. ഞാൻ റൗണ്ടിൽ 6 സർക്കിളും സെൻറ്ററിൽ ഒരു സർക്കിളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ സർക്കിളിലും ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് 8 ലൈൻ വരച്ചെടുക്കണം. ഒരു ഫ്ലവറിന് 8 പെറ്റൽസ് ആണ് വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 8 ലൈൻ വരച്ചെടുക്കുന്നത്. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാറ്റേൺ നമുക്ക് എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. ഇതിന് എംബ്രോയ്ഡറി ത്രെഡും നീഡിലും വേണം. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. സൂചിയിൽ ഇതുപോലെ എംബ്രോയ്ഡറി ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഷോർട്ടായിട്ടുള്ളതും മറ്റേ ഭാഗം ലോങ് ആയിട്ടുള്ളതുമാണ്. ഈ ലോങ് ആയിട്ടുള്ളതിന് താഴെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ ചെയ്യാൻ വേണ്ടി സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ നീഡിൽ താഴെ നിന്നും മുകളിലേക്ക് എടുക്കാം. മുകളിലേക്കെടുത്ത അതേ സ്ഥലത്ത് നിന്ന് നീഡിൽ ഒന്നുകൂടെ താഴേക്കിറക്കി ലൈനിൻ്റെ ഗ്യാപ്പ് വിട്ട് നീഡിലിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ മുകളിലേക്ക് എടുക്കാം. ഇനി ത്രെഡ് സൂചിയിൽ ഇതുപോലെ ഒരു തവണ റൗണ്ട് ചെയ്ത് ബാക്കി വരുന്ന നീഡിൽ മുകളിലേക്ക് വലിച്ചെടുക്കാം. സൂചിയിൽ കോർത്ത ഭാഗത്തുള്ള ത്രെഡല്ല, മറ്റേ ഭാഗത്തുള്ള ത്രെഡാണ് റൗണ്ട് ചെയ്യേണ്ടത്. ഇനി നീഡിൽ ത്രെഡിൻ്റെ മുകളിലൂടെ ഇതുപോലെ താഴേക്കിറക്കാം. ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ചെയ്തെടുത്തു. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് 8 പെറ്റൽസും കംപ്ലീറ്റ് ചെയ്യണം.
8 പെറ്റൽസും കംപ്ലീറ്റായി ചെയ്തെടുത്താൽ താഴെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിനുള്ളിൽ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കണം. ഇതിന് മീഡിയം സൈസ് ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ടുള്ള നീഡിലിൽ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡാണ് കോർത്തെടുത്തിട്ടുള്ളത്. ത്രെഡിന് താഴെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് കോർക്കാൻ വേണ്ടി നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കാം. ഒരു ബീഡ്സ് നീഡിലിൽ കോർത്ത് നീഡിലൊന്ന് താഴേക്ക് ഇറക്കാം. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ട് നീഡിൽ മുകളിലേക്ക് എടുത്ത് വീണ്ടും ബീഡ്സ് കോർത്തെടുത്ത് നീഡിൽ താഴേക്ക് ഇറക്കണം. കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് ബീഡ്സ് കോർത്തെടുക്കുന്നത്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഈ ഷേപ്പിനുള്ളിൽ കംപ്ലീറ്റായി ബീഡ്സ് കോർത്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ ടോപ്പ് ഉണ്ടെങ്കിൽ ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.